പക്ഷെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കം അല്ലെങ്കിൽ അവരുടെ തീരുമാനം എന്നത് ഏറെ നിർണായകമായിരിക്കും. അതിനാണ് ഇപ്പോൾ 3 മുതൽ 4 ദിവസം വരെ സാവകാശം ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ തീർച്ചയായിട്ടും ഈ കരാർ അംഗീകരിച്ചു കൊള്ളണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതിന് ഹമാസ് തയ്യാറാകുന്നില്ല എങ്കിൽ ബാക്കി കാര്യങ്ങൾ, അതായത് ഗസയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ നോക്കിക്കൊള്ളും എന്ന് പറയുമ്പോൾ വളരെ വളരെ കടുത്ത മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പലസ്തീൻ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും ഹനിക്കുന്ന ഒരു സമീപനം, ആ കൊളോണിയൽ താല്പര്യങ്ങൾ തന്നെയാണ് ഈ ട്രംപിന്റെ പ്രതികരണത്തിലും വ്യക്തമാവുന്നത്. പക്ഷേ മാത്രവുമല്ല, ബന്ദികളുടെ കാര്യത്തിൽ എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉള്ള തീരുമാനങ്ങൾ, അത് നടപ്പിലാകാനുള്ള സാധ്യത, അതെല്ലാം കൂടി പരിശോധിക്കേണ്ടതുമല്ലേ? തന്നെ തീർച്ചയായിട്ടും 20 ദിന പദ്ധതിയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ 3 ദിവസത്തിനുള്ളിൽ, അതായത് ഈ കരാർ ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത 3 ദിവസം, ഇന്ന് ഉൾപ്പെടെയുള്ള 3 ദിവസം, അതിനുള്ളിൽ ഹമാസ് കൂടി ഈ കരാർ അംഗീകരിച്ചു കൊള്ളണം. അങ്ങനെ വരികയാണെങ്കിൽ വളരെ പൊടുന്നനെ തന്നെ ആദ്യ ദിവസം തന്നെ ജീവനോടെയുള്ള 20 ബന്ദികളെയും അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും, അത് 28ഓളം പേർ വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതും ഉടൻ തന്നെ കൈമാറണം. ഇതിന് ആനുപാതികമായിട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്ന 250 പലസ്തീനികളെയും 1700 പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും. അങ്ങനെ ഏതാണ്ട് 1950 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഏറ്റവും പരിഹാസ്യമായ ഒരു സംഭവം, ഇന്നും ഏതാണ്ട് 200ഓളം പേരെ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ നിന്ന് മാത്രം സൈന്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അതിലേക്ക് എണ്ണം തികയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പോലും ഈ കൂട്ട അറസ്റ്റ് നടപടികൾ നടക്കുന്നത്. നേരത്തെ ഹമാസും ഇസ്രായേലും തമ്മിൽ രൂപപ്പെടുത്തിയ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ച ആ പലസ്തീൻ തടവുകാരെയും നിരവധി തടവുകാരെയും ഇന്ന് പിടികൂടിയതിൽ ഉൾപ്പെടുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഏകപക്ഷീയവും പരിഹാസ്യവുമായിട്ടുള്ള ഒരു 20 ദിന പദ്ധതിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടവും ഇസ്രായേലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം യുദ്ധം ഏതു വിധത്തിലും തീരണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ലോകത്തെ മിക്ക രാജ്യങ്ങളും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം എന്ന നിലക്ക് ട്രംപിന്റെ ഈ ഒരു പദ്ധതിയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഖത്തർ വളരെ വ്യക്തമായി തന്നെ ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സാധ്യമാകുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ, ഇതൊക്കെയും കരാറിന്റെ ഭാഗമായിട്ട് വരണമെന്ന ഒരു പ്രതികരണം ഖത്തർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഹമാസ് ഒരു തീരുമാനം കൈക്കൊള്ളുക എന്നത് അത്ര എളുപ്പമാവുകയില്ല. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ഹമാസ് ഒരു തീരുമാനം കൈക്കൊണ്ട് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഖത്തറിനെയും ഈജിപ്തിനെയും തുർക്കിയെയും അറിയിക്കുമെന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന വിവരങ്ങൾ. ധന്യ.